ബിരിയാണി അരി വേവിക്കുമ്പോൾ ആരെങ്കിലും പശുവിൻ പാൽ ചേർക്കാറുണ്ടോ? വെളിച്ചെണ്ണയിൽ ബിരിയാണിക്കുള്ള ചിക്കൻ പൊരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഹാർഡാകുമോ? അതുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന 3/4 മായമുള്ള സൺഫ്ലവർ ഓയിലിൽ ചിക്കൻ പൊരിക്കണം. 10 കിലോ സബോള വഴറ്റാൻ 3 മണിക്കൂർ വേണം. അതുകൊണ്ട് രുചിയിൽ ഒത്തിരി വ്യത്യാസം വരുമോ? ബിരിയാണിയിൽ പശുവിൻ പാലിന്റെ കൂടെ നാരങ്ങയും കൂടെ ചേർത്താൽ അത് പിരിഞ്ഞു പോവില്ലേ? ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും പഞ്ചസാര ചേർക്കുമോ? ചിക്കൻ കഴുകാൻ മൈദ ഉപയോഗിക്കുമോ? ബിരിയാണി തയ്യാറാക്കുമ്പോഴേ വഴറ്റിയ സബോള മൊത്തമായിട്ട് മാറ്റി വെച്ചിട്ട് വേറെ ചേരുവകൾ ചേർത്ത് വഴറ്റുമോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് സത്യത്തിൽ ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ ഉൾപ്പെടെ കേരളത്തിലെ 15ഓളം പ്രശസ്തരായിട്ടുള്ള വയനാട് സപ്ത റിസോർട്ടിലെ ഷെഫും കൂടെ ചേർന്ന് ഏകദേശം 120 പേർക്കോളം ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. പക്ഷെ എനിക്കതിൽ വന്നിട്ടുള്ള ചില വിയോജിപ്പുകളും പ്രശ്നങ്ങളുമാണ് ഞാനിതിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ അതിവിടെ ഒന്ന് പറയണേ. നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിൽ ഒരു 100-150 പേരുടെ പരിപാടി ഉണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള കാറ്ററിംഗ് സർവീസുകാരുടെ സഹായമില്ലാതെ തന്നെ ആ പണി നമുക്ക് ഏറ്റെടുത്ത് ഗംഭീരമാക്കുകയാണ്. അപ്പോൾ എങ്ങനെ കൂടെ കൂടില്ലേ? നമ്മുടെ റെസിപ്പി പൂർണ്ണമായും ഷെഫിൻ്റെതും ഉപയോഗിച്ച അരി റോസ് ബ്രാൻഡും ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെഫിൻ്റെ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. രീതിയും അവസാനം ആ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കഴിച്ച അഭിപ്രായം പറയുന്നവരെ നിങ്ങൾ കണ്ടേ മതിയാവൂ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തന്നേ മതിയാവൂ. തരത്തില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഈ ചിക്കൻ കഴുകുമ്പോൾ മൈദ തിരുമ്മി പിടിപ്പിച്ച് കഴുകുന്നത് കാണുന്നത്. 100% അതിൻ്റെ ഉളുമ്പ് മണം മാറുമെന്ന് മാത്രമല്ല, അതിൻ്റെ പുറത്തുള്ള വഴുവഴുപ്പ് മാറി ചിക്കൻ നല്ല ഭംഗിയായിട്ട് വൃത്തിയാകുകയും ചെയ്യും. വിനാഗിരി ഉപയോഗിക്കുന്നതിനും നല്ലതാണ് കേട്ടോ ഇത്. ഇവിടെ ഏകദേശം 20 കിലോ റോസ് ബ്രാൻഡ് കൈമാ റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് 25 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ചിക്കൻ കഴുകിയതിലേക്ക് 100 ഗ്രാം കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 6 ടേബിൾ സ്പൂണോളം അല്പം ഗരം മസാലയും ചിക്കൻ മസാല ഒരു അല്പം മാത്രം മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് തിരുമ്മി പിടിപ്പിച്ച് 20 മിനിറ്റ് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാം. വലിയൊരു ഉരുളി വെച്ച് ഒരു 3/4 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 കിലോ പച്ചമുളക് കീറിയിട്ട് പകുതി വേവാകുമ്പോൾ ഒരു 10 കിലോ സബോള അരിഞ്ഞ് അല്പം ഉപ്പിട്ട് വഴറ്റണം. ഇവിടെ വളരെ ചെറിയ തീയിലാണ് സബോള വഴറ്റുന്നത്. സ്ലോ കുക്കിങ്ങിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് നമ്മുടെ ഷെഫ് പറഞ്ഞത്. 10-12 കിലോ സബോള ഉള്ളതുകൊണ്ട് അത് വഴന്നു വരാൻ നല്ല സമയമെടുക്കും. ആ സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനെ ഓയിലിൽ വറുത്ത് കോരി എടുക്കാം കേട്ടോ. ചെറിയ തീയിൽ സബോള വഴണ്ട് ഇളം ചുമപ്പ് നിറമാകുമ്പോൾ ഈ സബോള പൂർണ്ണമായിട്ടും മാറ്റി വെക്കുകയാണ് മറ്റൊരു പാത്രത്തിലേക്ക്. ഇതെൻ്റെ ഒരു സംശയമായിരുന്നു കേട്ടോ. ഉത്തരം ഷെഫ് തന്നെ പറഞ്ഞു തന്നു. നമ്മൾ ഈ ചൂടായ സബോളയിലേക്ക് പച്ച തക്കാളിയാണ് അങ്ങോട്ട് ഇടുക. തക്കാളി പെട്ടെന്ന് വഴന്നു വരും, പക്ഷേ സബോള കിടന്ന് കടിക്കും. അത് ഒഴിവാക്കാനാണ് സബോള ചുമക്കെ വഴറ്റിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരല്പം കൂടെ നമ്മൾ എണ്ണ ഒഴിക്കും. എന്നിട്ടോ ഒരു 750 ഗ്രാമോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും. 500 ഗ്രാം വെളുത്തുള്ളി 250 ഗ്രാം ഇഞ്ചി എന്നുള്ള രീതിയിൽ അരച്ചത് ചേർക്കും. അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ ഏകദേശം 8 കിലോയോളം നാടൻ തക്കാളി അരിഞ്ഞത് അങ്ങോട്ട് ചേർത്തു. തക്കാളി പെട്ടെന്ന് തന്നെ വഴന്നു വരും. നന്നായിട്ട് അലിഞ്ഞ് ചേരും വരെ ഈ നമ്മളങ്ങോട്ട് വഴറ്റണം. അതിനുശേഷം ഒരു 75 ഗ്രാം മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 75 ഗ്രാം കാശ്മീരി മുളക് പൊടി, 100 ഗ്രാമോളം ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് പച്ചമണം മാറും വരെ വഴറ്റണം. ഇനി നമ്മൾ വഴറ്റി സെറ്റായതിനു ശേഷം നമ്മൾ മാറ്റി വെച്ച സബോള ഉണ്ടല്ലോ, ഇതിലേക്ക് ചേർക്കണം. ഇപ്പം മസാലയും തക്കാളിയും സബോളയും എല്ലാം കൂടെ കറക്റ്റ് പ്രൊപ്പോർഷണലായിട്ട് രുചിയോടെ ഒട്ടും കേടില്ലാതെ മുന്നോട്ട് പോകും കേട്ടോ. ഇനി അതിനുശേഷം 3 വലിയ പിടി പുതിനയും ഒരു വലിയ പിടി മല്ലിയിലയും അരിഞ്ഞത് ചേർക്കാം. ഇനിയാണ് വൈറ്റ് പെപ്പർ പൊടി ഒരു 50 ഗ്രാം ചേർക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇത്രയും വില കൂടിയ വൈറ്റ് പെപ്പർ പൊടി ചേർക്കുന്നത് എന്തിനാണ്? സാധാരണ പോലെ ബ്ലാക്ക് പെപ്പർ ചേർത്താൽ പോരേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഷെഫ് പറഞ്ഞ ഉത്തരവ് ഇതാണ്: നമ്മുടെ ഫുഡിന് ഒരു ചൈനീസ് ടേസ്റ്റ് വരാനാണ് വൈറ്റ് പെപ്പർ പൊടി ചേർക്കുന്നതെന്ന്. അപ്പോൾ ഈ വൈറ്റ് പെപ്പർ ചേർക്കണോ ബ്ലാക്ക് പെപ്പർ ചേർക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാനിവിടെ വിടുകയാണ്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കിയ ശേഷം 1 മുതൽ 1.5 പാക്കറ്റ് വരെ നമുക്ക് തൈര് ചേർക്കാം. അതായത് 1/2 ലിറ്റർ മുതൽ 3/4 ലിറ്റർ വരെ. ഇനി ഒരു 150 ഗ്രാം കശുവണ്ടി അരച്ചതോ, ഇനി നമുക്കതില്ലെങ്കിൽ ഒരു തേങ്ങയുടെ തനിപ്പാല് മൊത്തമായിട്ടോ ചേർക്കാം. ഇനി നമ്മുടെ കയ്യിൽ ചിക്കൻ്റെ സ്റ്റോക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം മസാലയോട് കൂടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ ഒന്നും കൂടെ
രുചി കൂടും. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചാൽ നല്ലൊരു മണം ഇങ്ങോട്ട് വരുവേ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. സത്യത്തിൽ ഇത് ഞാൻ ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യമാണ്. ഇതിന് ഉത്തരം ഷെഫ് പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രുചിയും കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് ബിരിയാണിയുടെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര 25 കിലോ ചിക്കന് ചേർക്കുന്നത്. നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. കാലങ്ങളായി നമ്മളിൽ പലരും വിശ്വസിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അരിയാണ് റോസ് ബിരിയാണി അരി. ഇനി നമുക്ക് നേരെ ചോറ് പാചകം ചെയ്യാം അല്ലേ. വലിയൊരു ചെമ്പ് അടുപ്പിലോട്ട് വെക്കാം. അതിലേക്ക് ഒരു 1/2 കിലോ നെയ്യും 1 ലിറ്ററോളം ഓയിലും നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇതാ നമ്മുടെ എണ്ണയും നെയ്യും എല്ലാം കൂടെ ചൂടായി വന്നു. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കൈപ്പിടി പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കാം. പെരിഞ്ജീരകം പൊട്ടിയതിന് ശേഷം വലിയൊരു കൈപ്പിടി മുഴുവൻ മസാലകൾ ചേർക്കാം. ഇതൊന്ന് പൊട്ടി മസാലയുടെ മണം വരുമ്പോൾ നമുക്കൊരു 400 ഗ്രാം ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം 1.5 മീഡിയം പൈനാപ്പിൾ അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇടാം. ഇനി പുതിനയില ഇടാം. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിക്കാം. അതിൻ്റെ കൂടെ 1 ലിറ്റർ പാലും ചേർക്കാം. തേങ്ങാപ്പാൽ അല്ലാതെ പശുവും ബിരിയാണിയിൽ ചേർക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഷെഫ് അതിന് കാരണം പറഞ്ഞു തന്നത് ബിരിയാണിക്ക് ഭയങ്കര ഒരു രുചി കൂടുമെന്നും അരി വളരെയധികം സോഫ്റ്റ് ആകും എന്നുമാണ്. ഓരോ പാചകക്കാരിൽ നിന്നും മറ്റൊരാളെ വ്യത്യസ്തനാക്കുന്ന അവനവൻ കണ്ടുപിടിക്കുന്ന നുറുങ്ങുകളാണ്. അത് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പകർന്നു തരാനുള്ള മനസ്സ് വളരെ വലുതാണ് താനും. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇടാം. 1 നാരങ്ങ സ്ലൈസായി കുരുകളഞ്ഞ് മുറിച്ചിടാം. അടച്ചു വെച്ച് വേവിക്കണം. ഉപ്പ് നോക്കണം കേട്ടോ. അതിന് മുമ്പ് 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പാത്രം തുറക്കണം. എന്നിട്ട് ദം ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ ചോറ് വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് വേവിച്ച ചോറ് മാറ്റി കേട്ടോ. ചെമ്പിൻ്റെ അടപ്പിങ്ങ് തുറന്നപ്പോഴേക്കുവേ റോസ് ബിരിയാണിയുടെ മണം മൂക്കിലങ്ങ് ഇടിച്ച് കയറി. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, ഒരു സ്പൂൺ എടുത്ത് ഒരു വലിയ വായിലേക്ക് തട്ടി. ആഹാ, ഗംഭീരം. ഇനി ചോറ് വേവിച്ച പാത്രത്തിൽ തന്നെ കുറച്ച് ചിക്കൻ മസാല മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ചിക്കൻ മസാല മൊത്തമായിട്ട് അടിയിലൊരു ലെയറായിട്ട് ഇട്ടു. പിന്നെ അതിന് ശേഷം നമ്മുടെ ചോറ് പകുതിയോളം ഇട്ടു. റോസ് വാട്ടറിൽ ഒരല്പം മഞ്ഞൾപ്പൊടി കലക്കിയത് തെളിച്ചു. കിസ്മിസും അണ്ടിപ്പരിപ്പും ഇലകളും അതൊക്കെ ആവശ്യത്തിന് അങ്ങ് വെതറി കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇങ്ങനെ 1-2 ലെയറിലാക്കി ചോറ് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം. ഏറ്റവും അവസാനം ബാക്കിയുള്ള നെയ്യ് കൂടെ നമ്മൾ ഒഴിക്കണം. ഏകദേശം ഒരു 1/2 കിലോ നെയ്യ് വരെയാണ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പാത്രത്തിൻ്റെ അടപ്പടച്ച് ഒരു 20 മുതൽ 30 മിനിറ്റ് എങ്കിലും നമുക്ക് ദം ചെയ്യണം. ദം ചെയ്ത് പിന്നെ ഒരുപാട് നേരം നമ്മളങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരി വല്ലാതെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 20-30 മിനിറ്റ് ദം ചെയ്ത് തുറന്ന് ചൂടോടെ വിളമ്പുന്നതാണ് നല്ലത്. ഇനി ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയ റോസ് ബിരിയാണി അരി കൊണ്ടുള്ള ചിക്കൻ ബിരിയാണി നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. അപ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റിയുള്ള നമ്മുടെ റോസ് ബിരിയാണി അരി കൊണ്ടുള്ള ബിരിയാണി ഒന്ന് കഴിച്ചോട്ടെ. മെത്തേഡിൽ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തിന്നാനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. റോസ് ബിരിയാണി നമ്മൾ സ്ഥിരം വാങ്ങുന്നതാണ്, വെക്കുന്നതാണ്. പക്ഷെ ഇന്നത്തെ റെസിപ്പി എൻറ്റയർലി ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു 100 ഇരട്ടി രുചിയുണ്ട്. മസാലയൊക്കെ കൂട്ടി കഴിക്കട്ടെ കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു പവർ വരത്തുള്ളൂ. മസാല ചേർത്തിട്ടും ചേർക്കാത്തതും ബെസ്റ്റാണ്. കാരണം ഹൈലൈറ്റ് റോസിന്റെ ബിരിയാണി അരി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഒരു അരി പോലും ഓവറായിട്ട് വെന്ത് പോയിട്ടോ പൊട്ടിപ്പോയിട്ടോ ഇല്ല. ഒന്നും തൊടാതെ നോക്കിക്കാൻ നിങ്ങൾ വേറെ കിടക്കുന്നു. നമ്മുടെ ചിക്കനും കൂട്ടി ഒന്ന് കഴിക്കാട്ടോ. സത്യത്തില് ഗ്രേവി മാത്രം മതി, ചിക്കൻ തന്നെ ആവശ്യമില്ല. അതാണ് നമ്മുടെ റോസ് ബിരിയാണി അരിയുടെ ഒരു പവർ. ഏത് ബിരിയാണി വെക്കുമ്പോഴും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം ഒരു ആയിരിക്കും. പക്ഷെ അതിൽ ബിരിയാണിയുടെ രുചിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന അരി. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 150 പേർക്കോളം നമ്മൾ പാചകം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ചെറിയ വീട്ടിലെ പരിപാടികൾ വരുമ്പോൾ നിങ്ങൾ ഒട്ടും പുറത്ത് കാറ്ററിംഗ് സർവീസുകാരെ ഏൽപ്പിക്കേണ്ട. കൃത്യമായിട്ടുള്ള റെസിപ്പി ഇതാ എഴുതി തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് റോസിന്റെ അരി വാങ്ങുക, ബിരിയാണി വെക്കുക, നിങ്ങളൊരു സ്റ്റാർ ആകുക. ചെയ്യില്ലേ?